ഹലോ ഗൈസ്, അപ്പോഴേ സജന നൂർ പുതിയൊരു വീഡിയോ അവരുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷഫീന ബീവിക്ക് ഒരു ഓഡിയോ, ഒരു മൈനറായിട്ടുള്ള കുട്ടിയുടെ ഓഡിയോ കൊടുത്തിട്ട് അത് ഷഫീന ബീവി പബ്ലിഷ് ചെയ്തിട്ട് സജന ഇപ്പൊ വല്ലാത്ത അവസ്ഥയിലാണ്. കാരണം ഈ വിഷയം ഒരുപാട് ആളുകളുടെ അടുത്ത് CWCക്ക് പരാതിയായിട്ടും മറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. സജന, ആദ്യം മൈനറായിട്ടുള്ള ഒരു കുട്ടി നിന്റെ അടുത്ത് വന്നിട്ട് ഒരു അബ്യൂസിംഗ് സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ നീ ആ കുട്ടിയെ കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലാണ് പോകേണ്ടിയിരുന്നത്. നീ അത് ചെയ്തില്ല. BNS ആക്ട് പ്രകാരം അതൊരു വലിയ ശിക്ഷയുമാണ്. ഈ നിങ്ങൾ രണ്ടെണ്ണവും കൂടെ, ഈ ഷഫീന ബീവിയും നീയും, പിന്നെയാണ് പണ്ടാണ് അത് പതുക്കെ ഇപ്പൊ അപ്പപ്പാണ് കേട്ടോ. അപ്പോ സജന നല്ല രീതിയിൽ പേടിച്ചു, നല്ല രീതിയിൽ ഭയന്നിട്ടുമുണ്ട്. എന്നിട്ട് ഇന്റെ നെഞ്ചത്തോട്ടെടുത്ത് വെച്ചേക്കാം ഞാനത് പബ്ലിഷ് ചെയ്തെന്ന്. സജന ആ കുട്ടി സംസാരിക്കുന്ന ഓഡിയോ സജനയുടെ കയ്യിൽ നിന്ന് എവിടെ പോയി എന്നുള്ളത് സജന പറഞ്ഞാൽ മതി. ഓക്കെ. നല്ല കാര്യമായിട്ടുള്ള തലയ്ക്ക് സ്ഥിരതയില്ലാത്ത എന്തൊക്കെയോ കാര്യമായ പ്രശ്നമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നിന്റെ വെല്ലുവിളി. അപ്പൊ ഞാനൊരു കാര്യം പറയണേ, നീ തന്നെ പറയുന്നു എന്റെ വീട്ടിൽ നീ വന്നില്ല ആ ഡേറ്റിന്. ശരി, സമ്മതിച്ചു. നീ തെളിയിച്ചില്ലേടി? നിനക്ക് വയ്യേടി? നിനക്ക് വല്ല മാനസിക പ്രശ്നം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നീ വല്ല സൈക്കാട്രിസ്റ്റിനെയും കാണാൻ പോയി കാണ്. ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുവാണ്. നീ കിടന്ന് കിണക്കുന്നതിനനുസരിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുകയാണ്. നിന്റെ ഈ കാല് പിടിച്ചുള്ള മാപ്പപേക്ഷയും ഒരു സമയത്ത് നിന്റെ ഓരോ മുഖവും ഓരോ രീതിയും നിന്റെ വിവരക്കേടും നിന്റെ കൊള്ളരുതായ്മകളും നീ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് ശരിക്കും ട്രീറ്റ്മെന്റ് വേണം. നീ വല്ല പോയി കിടക്കാൻ നോക്ക്. ശരിക്കും ഓൾറെഡി മനുഷ്യന്റെയൊക്കെ ഇസ്സത്തിന് നല്ല രീതിയിലുള്ള സാഹചര്യങ്ങൾ നീ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാനും എന്റെ ഫാമിലിയും റെസ്പോൺസിബിലിറ്റി ആയിട്ട് ജീവിക്കുന്നതാണ്. നീ നിന്റെ കാര്യം നോക്ക്. റസൂൽ പൂക്കുട്ടിയുടെയും നിന്റെ വിഷയം മറയ്ക്കാൻ വേണ്ടിയിട്ട് നീ കിടന്ന് മെഴുകി തുള്ളി ഒന്നും വരണ്ട. അത് നിർത്താനും പോകുന്നില്ല. നീ എവിടം വരെ പോവോ അവിടം വരെ പുറകേ നടന്നു വരും. ഓക്കെ, അപ്പൊ ബാക്കി കാണാം. ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നതാണ്, നിന്റെ അച്ചായനെയും നിന്റെ അച്ചായത്തിയെയും നീ ഒന്ന് ചോദ്യം ചെയ്യേ കാര്യമായിട്ട്, കേട്ടാ. അത് നിനക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും കൂടെ വന്നതാണ്. നീ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുടെ പുറത്താണല്ലോ നീ എന്നെ വന്ന് എന്തോ ചെയ്തതൊക്കെ. എനിക്ക് നിന്റെ പേഴ്സണൽ ലൈഫിൽ കയറി ഒരു തേങ്ങ നടത്തേണ്ട കാര്യമില്ല. പക്ഷെ നീ തുടങ്ങി വെച്ചെടുത്ത് നിന്റെ പേഴ്സണൽ ലൈഫ് എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. നിന്റെ മാത്രമല്ല റസൂൽ പൂക്കുട്ടിയുടേത് ഇനി പിറകേ വരും ബാക്കി.